ആരുടെ അടുത്തും പറയാത്ത ഒരു സീക്രട്ട്, ഞങ്ങളുടെ ഫാമിലിനോട് പോലും പറയാത്തൊരു വലിയ രഹസ്യം പറയാനാണ് ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലിന്റെ അടുത്ത് വന്നത്. ഫൈനലി ദിസ് ഈസ് ദ റൈറ്റ് ടൈം എല്ലാവരുടെ അടുത്തും പറയാൻ. ആർക്കും അറിയില്ല, Assalamu alaikum, welcome back to another brand new vlog. Hello. This is Mirvaz and Heba. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മളെ തമ്മിലൊക്കെ കണ്ടിട്ട് ഓടി വന്നാന്ന് തോന്നുന്നു. ലവ് സ്റ്റോറി, ഹെബാറിന്റെ ലവ് സ്റ്റോറി. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരുടെ അറേഞ്ച്ഡ് അല്ലേ, പിന്നെ എങ്ങനെയാണ് ഇവരുടെ ലവ് സ്റ്റോറി? നമ്മളുടെ അറേഞ്ച്ഡ് ലവ് സ്റ്റോറിയാണ് ഹെബ നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് ഒരുപാട് കൺഫ്യൂഷനാണ് എല്ലാവർക്കും ഇപ്പോഴും. കാരണം നമ്മുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് എന്നുള്ള ഒരു പ്രോസസ്സിൽ ഇപ്പോഴും ഒരുപാട് കൺഫ്യൂഷൻ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്കൊന്നും ഞങ്ങളെ കൂടുതൽ അറിയാം, ഞങ്ങളെ Q&A വീഡിയോ കാണാത്തവരാണ്. വീഡിയോ ഇതിനെ കുറിച്ച് നമ്മൾ പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ പെണ്ണ് കാണൽ തൊട്ട് നമ്മളുടെ ഫ്ലവേഴ്സ് ടിവിയിലെ വെഡിങ് വരെയാണ് നിങ്ങൾ ഈ വ്ളോഗിൽ കാണാൻ പോകുന്നത്. ഞങ്ങൾ ശരിക്കും എത്ര കല്യാണം കഴിച്ചു? 2 കല്യാണം. ഇനി ഒരു കല്യാണം കൂടെ ഉണ്ട്, 3 കല്യാണം. ഞങ്ങളെ എൻഗേജ്മെന്റ് വിശേഷങ്ങള്. അപ്പൊ എനിക്ക് തോന്നി ഞങ്ങൾ കുറച്ച് ഇന്ററാക്ട് ചെയ്ത്, ഞങ്ങൾ സംസാരിച്ച്, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീഡിയോ ക്ലിപ്സ്, കുറച്ച് ഫോട്ടോ ക്ലിപ്സ്, കുറച്ച് ഞങ്ങൾ വെഡിങ് പ്രിപ്പറേഷൻസ്, ഞങ്ങൾ എന്തൊക്കെയാ നമ്മളെ ഇൻവിറ്റേഷൻ കാർഡ് തൊട്ട് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ബക്ലബ് ഗൈസ്, ഒരു ലോങ് വീഡിയോ ആയിരിക്കും. എല്ലാവരും നല്ല ബ്ലാക്ക് ടീയോ എന്താന്ന് വെച്ചാൽ കുറച്ച് പോപ്കോൺ അല്ലെങ്കിൽ എന്ത് കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചോ. നമ്മളിവിടെ നല്ല ചാമ്പക്കൊക്കെ സെറ്റ് ആക്കി ചാമ്പക്കിന്റെ മാങ്ങിന്റെ ഒക്കെ ടൈം ആട്ടോ. എരിവ്, പുളി, സുർക്ക, ഉപ്പ് അതൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കലാണ്. ആൻഡ് കാശ്മീരി കബാബ് കറന്റ് ഫേവറേറ്റ് ആണ്. അപ്പൊ നമ്മളുടെ ഇൻട്രോ കണ്ടിട്ട് നിങ്ങൾ പോ. എല്ലാവരും കണ്ടിട്ട് പോകുന്നുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അപ്പൊ ലൈക്ക് ചെയ്യുക, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ് ആണ് നിങ്ങളെ സ്നേഹം നമ്മൾ അറിയാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഫാമിലി വലിയ ഫാമിലി ആവട്ടെ. കഥ തുടങ്ങുന്നത് ഐ തിങ്ക് ഞങ്ങളെ പെണ്ണ് കണ്ടത് August 28-നാണ്. എന്തൊക്കെയാണ് അതല്ല പറയുന്നത്. August 28-ന് മുന്നേ ഫോട്ടോ കാണുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അറേഞ്ച് മാരേജ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ 2 കൂട്ടർക്കും ഫോട്ടോസ് അയച്ചു. അപ്പൊ നമ്മളെ Q&A വീഡിയോയിലുണ്ട്. എന്റെ ഭാബി മാമന്റെ വൈഫ് വഴിയാണ് എനിക്ക് റീന്റെ പ്രപ്പോസൽ വരുന്നത്. റീക്ക് പ്രപ്പോസൽ വരുന്നത് റീന്റെ ഉപ്പാന്റെ ഫസ്റ്റ് കസിൻ അല്ലേ, അങ്ങനെ ഒരു വഴി ആണ് നമുക്ക് പ്രപ്പോസൽ ഉണ്ടായത്. ഫോട്ടോ അയച്ചപ്പോ എന്തായിരുന്നു റീ? ഫോട്ടോ അയച്ച സമയത്ത് എന്റെ അടുത്ത് ഉമ്മയും ഫിലിയാണ്, എന്റെ അനിയത്തിയായിരുന്നു പറഞ്ഞത് ഒക്കെ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കൂ എന്നുള്ള രീതിയിൽ. പക്ഷെ ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ആ സമയത്ത് അങ്ങനല്ല, ഞാൻ ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പൊ ആ ടൈമിൽ ഐ തോട്ട് ഐ വാസ് നോട്ട് റെഡി ഫോർ എ മാരേജ്. ബട്ട് എന്താ പറയുക, ഡെസ്റ്റിനി എന്നൊക്കെ നമ്മൾ പറയൂലേ, ഞാൻ ഫോട്ടോ കാണാൻ ഇടയുണ്ടായി. നെക്സ്റ്റ് 2 days ഹെബ അല്ല, അതിന്റെ ഒരു വേറെ സംഭവം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. എന്താണ് സ്കിപ്പ് ചെയ്ത് പോവാണ് കൊച്ചു കള്ളൻ. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഫോൺ സംസാരിച്ചിട്ടുണ്ട്. റീന്റെ സിസ്റ്റർ ആണ് വിളിച്ചത്. സത്യം പറയാലോ, ഫിലിന് എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നിപ്പോയി. അത്രയും നല്ലതായിട്ട് സംസാരിച്ച ഫിലി അവന്റെ ഫസ്റ്റ് ഫോണിൽ വിളിച്ച് സംസാരിച്ച്. അപ്പൊ അന്നേ അങ്ങനെ ഫിലിന്റെ അടുത്ത് തന്നെ പറഞ്ഞു, ഫിലിന് ആൺകുട്ടിയായിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചതെന്ന് വരെ പറഞ്ഞു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. അപ്പൊ എനിക്കിങ്ങനെ ഓക്കെ അതുപോലെ ഇഷ്ടമായി. ഇനി ആളെങ്ങനെ ഉണ്ട് നോക്കാന്നുള്ള ഒരു ഇതായിരുന്നു. ഞാൻ റീന്റെ ഫോട്ടോ കാണുമ്പോൾ ഞാൻ മംഗലാപുരത്തായിരുന്നു. അപ്പന്റെ ബിസിനസ് മാംഗ്ലൂരാണ്. അപ്പൊ ഞാൻ അവിടെ ഉള്ളപ്പോ ആണ് ആളെ ഫോട്ടോ കാണുന്നത്. ആ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചിരുന്നോ? ഓക്കെ, എന്റെ ഫോട്ടോയോ? നമുക്ക് ഇന്നാലും കാണത്തില്ല, പുതിയ ഫാമിലി മെമ്പേഴ്സ് സൈഡിൽ ഇങ്ങനെ ചെറിയ ഫോട്ടോ ആണ് ഞാൻ കണ്ടത്. ഓക്കെ, അങ്ങനെ അത് നമ്മള് കഴിഞ്ഞു. നമ്മള് 2 days പെണ്ണ് കാണുന്ന. അതിന് മുന്നേ ഒരു കാര്യം കൂടിയുണ്ട്. എന്റെ കസിൻ സിസ്റ്റർ നോക്കുമ്പോ ഹെബനെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടിയാണല്ലോ ഈ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നോക്കുക, മ്യൂച്വൽ ഫ്രണ്ട്സിനെ നോക്കിയിട്ട് അവരോട് അന്വേഷിക്കാം. അപ്പൊ ഞാൻ ആദ്യം കസിൻ സിസ്റ്റർ മെസ്സേജ് ചെയ്താൽ നിനക്ക് എങ്ങനെ അറിയാ ഹെബ യഷ്ര എങ്ങനെ അറിയാ? നോക്കുമ്പോ ഒരു അറബിക് പേരൊക്കെ യഷ്ര. അപ്പൊ ഹെബ എന്റെ പേര് എനിക്ക് ക്യാച്ച് ചെയ്യുന്നു കേട്ടോ, ആൻവൻ റുവാസ്. ഓക്കെ, വെറൈറ്റി നെയിം ആണല്ലോ. അപ്പൊ റീ നോക്കുമ്പോ ഹെബ യഷ്ര. കസിൻ സിസ്റ്ററിനോട് ചോദിച്ചു എങ്ങനെയാ അറിയാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. ഫ്രണ്ടിന്റെ കസിൻ ആണെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ ചോദിച്ചു, നമുക്കൊരു ക്യൂരിയോസിറ്റി ഉള്ളു കൂടുതൽ, നമുക്ക് ആകെ ഒരു ഫോട്ടോ അയച്ചു തരുള്ളൂ പെണ്ണ് കാണാനൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെ. അപ്പൊ എന്നോട് ഒരു കൂടുതലും വീഡിയോസ് ആണ് നോക്കുമ്പോഴും, ഡാൻസ് വീഡിയോസും നമ്മളുടെ റീൽസ് ഒക്കെ പോലത്തെ സംഭവം. അപ്പൊ ഞാൻ എന്റെ കസിസ്റ്റർ പറഞ്ഞ ഓർമ്മയുണ്ട്, എന്റെ കസിസ്റ്റർ പറഞ്ഞു കാക്ക ഇത് റെഡി ആവാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അന്ന് പറഞ്ഞു. പക്ഷെ ആ പോയിന്റിലൊന്നും നമുക്ക് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും മൈൻഡില്ലാത്ത ആൾക്കാരായിരുന്നു. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. സ്കൂളാണെങ്കിലും കോളേജിലാണെങ്കിലും ചെറുകുഞ്ഞത് തൊട്ട് വെസ്റ്റേണും എല്ലാം കളിക്കും. അപ്പൊ ഡാൻസ് വീഡിയോസ് അതും ഞാൻ ടിക്ടോക്കിൽ ഇങ്ങനെ പബ്ലിക് ഒന്നല്ലേ, നമ്മൾ പ്രൈവറ്റ് ആയി സേവ് ചെയ്യും, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലിടും. അങ്ങനെ ഒരു ടൈമായിരുന്നു. പിന്നെ ആ ടൈമിൽ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെയൊന്നും മനസ്സിലേ ഇല്ല കേട്ടോ. ആക്റ്റീവ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമില്, ബട്ട് പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് കസിൻ ഫോട്ടോ ഒക്കെ എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ല. ബട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് ഒക്കെ വഴി അന്വേഷിച്ചു. ഫാസ്റ്റ് ഫോർവേഡ് 2 days നമ്മൾ പെണ്ണ് കാണാനുണ്ടായി. അന്ന് ഞാന് എന്റെ സൈറ്റില് വർക്ക് കഴിഞ്ഞിട്ടായിരുന്നു ഞാന് പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫ്രീ ആയിരുന്നു അന്ന്. ലേറ്റ് ആയിരുന്നു, എനിക്കൊന്ന് 5 o'clock ആയിരുന്നു. I reached at 5:45. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് നോട്ട് ദാറ്റ് പ്രിറ്റി ഗുഡ്. ബട്ട് എന്താ ചെയ്യാ, വർക്ക് കഴിഞ്ഞ് വരികയാണ്. അതും ഞാനൊരു വൈറ്റ് ഷർട്ടിലൊക്കെ ഒരാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പെണ്ണ് കാണാൻ വരുമ്പോ പൊതുവെ എല്ലാരും വൈറ്റ് ആണല്ലോ ഇടയില്. ഇതൊരാള് റെഡ് ഷർട്ട് ഇട്ട് വന്നിരുന്നത്. ഞാൻ ഒരു പ്യുവർ പ്ലെയിൻ, എനിക്കിപ്പോഴും ഓർമ്മ, എന്റെ ഉമ്മയും അനിയത്തി എന്റെ അടുത്ത് നിർബന്ധിച്ചൊക്കെ വൈറ്റ് എടുക്കുക, മോനെ വൈറ്റ് ഇട്. ഐ വാസ് ലൈക്ക്, എനിക്ക് എന്താണെന്ന് അറിയില്ല, വർക്കിന്റെ ടയർഡ്നെസ് കഴിഞ്ഞ് വരായിരുന്നു. I went with a red plain shirt. I felt comfortable in that. അപ്പൊ ഞാൻ അതിട്ട് പോയി. ഇപ്പോഴും പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു ബ്ലാക്ക് സൽവാർ ആയിരുന്നു, ഒരു കളർഫുൾ ഒരു ഓറഞ്ച് റെഡ് മിക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഷാളൊക്കെ ഇട്ടിട്ട് നമ്മള് പെണ്ണ് കണ്ടത് ഇവിടെ കാലിക്കറ്റിൽ ഒരു കഫേയിൽ വെച്ചിട്ടായിരുന്നു, ഡൗൺ ടൗണിൽ വെച്ചിട്ടാണ്. ബൈപ്പാസിലല്ല, ഡൗൺ ടൗണിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. റീന്റെ സൈഡിൽ നിന്ന് റീന്റെ ഉമ്മ, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഉണ്ടായിരുന്നു. എന്റെ സൈഡിൽ നിന്ന് ഉമ്മ, മാമൻ, പാച്ചു, അത് യങ് ബ്രദർ ഉണ്ടായിരുന്നു. എന്റെ ഉപ്പ വാസ് ഇൻ ദുബായ്, സോ ഹി കുഡ്ന്റ് ജോയിൻ. പപ്പ വാസ് ഇൻ ബാംഗ്ലൂർ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡൗൺ ടൗണിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ നമുക്ക് അന്ന് ഫോട്ടോ എടുക്കാൻ കഴിയാതെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ പിന്നെ ഒരു ദിവസം നമ്മൾ അവിടെ പോയി അതേ സീറ്റില് അതേ ചെയറിൽ ഇരുന്ന് ഞങ്ങൾ അത് റീക്രിയേറ്റ് ചെയ്തൊരു ഫോട്ടോ എടുത്തിട്ട് അത് കാണിച്ചു തരാം കേട്ടോ. ആ ഫോട്ടോ കാണിച്ചിട്ട് ആ ഫോട്ടോയ്ക്ക് നമ്മളിപ്പോ താങ്ക്സ് പറഞ്ഞു. ഷെമി ഫിഷിൽ ഷെമിത്താണ് നമുക്ക് ആ ഫോട്ടോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത്. പിന്നെ കോഴിക്കോട്ടിയും ഉണ്ട്, ഫ്രണ്ട് ആണ് അവരൊക്കെ. അവർ രണ്ടുപേരും നമുക്ക് ആ ഫോട്ടോ എടുത്ത് റീക്രിയേറ്റ് ഹെൽപ്പ് ചെയ്ത് ആ ഫോട്ടോ ജസ്റ്റ് നമ്മളൊന്ന് കാണിച്ചു തരാം. അത് നമ്മളുടെ പെണ്ണുകാണൽ മെമ്മറി ആയിട്ട് നമുക്ക് എന്നും കൂടെ ഉണ്ടാവും ഇൻഷാല്ലാ. അയ്യോ അതൊക്കെ അല്ല, ഞാൻ പറയാം, അത് ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ എന്തൊക്കെ ചോദിച്ചെന്നല്ല, നിങ്ങൾ നമ്മളെ IUBB എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞ ഷോയിലെ കണ്ടസ്റ്റൻസ് ആണ്. അറിയാത്തവരടുത്ത് നമ്മളുടെ എല്ലാ എപ്പിസോഡ്സും ഫ്ലവേഴ്സ് ടിവിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾ അത് കണ്ടാല്, ഫ്ലവേഴ്സ് കോമഡിന്റെ യൂട്യൂബ് ചാനലില് ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താവ് എപ്പിസോഡ്സ് ഒക്കെ കണ്ടാല് ഫസ്റ്റ് ലോഞ്ച് എപ്പിസോഡിൽ തന്നെ ഞങ്ങള് പെണ്ണ് കാണൽ വിശേഷങ്ങളും പെണ്ണ് കാണൽ എന്തൊക്കെയാ ചോദിച്ചെന്നൊക്കെ മുകേഷ് ചേട്ടനും വിശാരണി ചേട്ടനും രഞ്ജിനി ചേച്ചിയും മാറി മാറി ചോദിക്കുകയായിരുന്നു. അപ്പൊ അതെല്ലാം നിങ്ങൾ അതിൽ കാണാം. കാരണം നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെ ലെങ്ത് കൂടി പോകും. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്, ഹൈറ്റ് ചോദിച്ചു, ട്രാവലിംഗ് ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു, ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ചോദിച്ചു, ഷോർട്ട് ടെമ്പേർഡ് ആണോ എന്ന് ചോദിച്ചു, ഇഷ്ടമായോ എന്ന് ചോദിച്ചു. 5 മിനിറ്റിൽ ഞാൻ ഉമ്മയോ എല്ലാരും ആ സൈഡിൽ ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു. രണ്ടുപേരും എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് 15 മിനിറ്റോളം സംസാരിച്ചു. അതിൽ തന്നെ വി ഫെൽറ്റ് ലൈക്ക് എന്താണെന്ന് അറിയില്ല, സത്യം പറഞ്ഞാൽ 15-10 മിനിറ്റ്സ് ഒന്നും എടുക്കേണ്ട ഡിസിഷൻ അല്ല പാർട്ട്ണർ ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് യു ഗെറ്റ് ദാറ്റ് ഫീലിംഗ് റൈറ്റ്. സോ സംടൈംസ് യു ഗെറ്റ് ദാറ്റ് ഫീലിംഗ്, സ്ട്രൈക്ക് എന്നൊക്കെ പറയില്ലേ നമുക്ക്. രണ്ടുപേരും അങ്ങോട്ടും കൂടി ചോദിച്ചു ഇഷ്ടമായോ, ഇഷ്ടമായി, ബാക്കി ഫാമിലി തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഓക്കെ, അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് തന്നെ ഉണ്ട്. അപ്പൊ തന്നെ ഫോൺ വന്നു, എനിക്ക് ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പെട്ടെന്ന് പറഞ്ഞു. കാലിക്കറ്റിൽ മുക്കത്തേക്ക് പോകും, എന്റെ വീട് മുക്കാണ്, കാലിക്കറ്റ് തന്നെയാണ്. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ കിട്ടി. പിന്നെ അന്ന് രാത്രി 10 മണിക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് അയച്ചു. ഞാൻ അങ്ങോട്ടാണ് ആദ്യം അയച്ചു കേട്ടോ. ഞാൻ മെസ്സേജ് ഒക്കെ ഇൻസ്റ്റാഗ്രാമില് വെയിറ്റ് പറയട്ടെ. അപ്പൊ ഞാൻ വിളിച്ചൂടെ, സംസാരിച്ചൂടെ. അപ്പൊ പിന്നെ നമ്പർക്ക് തന്നിട്ട് അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, അന്ന് സംസാരിച്ചില്ല, മെസ്സേജ് അല്ലായിരുന്നു. And also 28th പെണ്ണ് കണ്ടു. Who said I love you first? പറ.
നിങ്ങൾ പറ, ആരായിരിക്കും ഇതില് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടാവും ഫസ്റ്റ്? 31st ഹെബ ചുമ്മാ കൈ കാണിക്കുന്ന. അത് നമുക്കൊരു ഗസ് ആയിട്ട് വെക്കാം. യു ഗൈസ് സേ ഹൂ സെഡ് ഐ ലവ് യു ഫസ്റ്റ്. ഓക്കെ ഓക്കെ. പിന്നെല്ലാം പെട്ടെന്നായിരുന്നു എൻഗേജ്മെന്റ് ഒക്കെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെബ എങ്ങനെയൊക്കെയാ പറ. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയട്ടോ, അല്ലെങ്കിൽ ഇതൊരു കഥ പറയാൻ 2 വർഷത്തെ കാര്യങ്ങൾ പറയാനില്ലേ. നമ്മൾ സെപ്റ്റംബർ 22 എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തു. പിന്നെ എൻഗേജ്മെന്റ് പ്രിപ്പറേഷൻസ് ആയില്ലേ. ഞാനൊരു ഇൻവിറ്റേഷൻ കാർഡൊക്കെ, എൻഗേജ്മെന്റിന്റെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് വഴി ചെയ്തിരുന്നു. ആൾക്ക് ഇതുപോലത്തെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഭയങ്കര ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഇതായിരുന്നു കാർഡ്. സോ നമ്മുടെ ഹാഷ്ടാഗ് എന്താന്ന് വെച്ചാൽ ഹെബ ഗോട്ട് റിവാസ്ഡ്. ഹെബ ഗോട്ട് റിവാസ്ഡ് എന്നായിരുന്നു നമ്മളുടെ ഒരു എൻഗേജ്മെന്റ് ആൻഡ് നിക്കാഹ് ഹാഷ്ടാഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ റീൻ ഒരു മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ട്. റീന് പേരെന്ന് വെച്ചാൽ റിവാസ്, ആൻവൻ റിവാസ് എന്ന പേര്. ആൻവൻ റിവാസ് എന്ന പേര്. എല്ലാരും റിവാസ്, വീട്ടിലുള്ള അങ്ങനെയൊക്കെയാണ് വിളിക്കാറ്. അപ്പൊ ഞാൻ ഫസ്റ്റ് വിളിച്ചു. എല്ലാരും വിചാരിക്കും ഇവിടെ എന്താ റീന്ന് വിളിക്കുന്നതെന്ന്. ഞാൻ നല്ല മാന്യമായി നല്ലൊരു കുട്ടിയെ റിവാസ്കാന്ന് വിളിച്ചു. പറഞ്ഞു വിളിക്കണ്ട അങ്ങനെ അങ്ങനെ. പിന്നെ ഞാൻ എന്തോ ഒരു ഇതിലെന്തോ മെസ്സേജ് ചെയ്തപ്പോ റീന്ന് വിളിച്ചു. അങ്ങനെ റീന്റെ പേരായി. ഇപ്പൊ എല്ലാവരും ഫാമിലി അങ്ങനെ എന്റെ പേര് മാറ്റി ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. നമ്മളെ എടുത്തു വെച്ചതാട്ടോ. ക്യൂട്ട് ലിറ്റിൽ മെമ്മറീസ് ആണ്. ദിസ് ഈസ് ദി RH ടാഗ്, നമ്മളുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ഡേറ്റ്. പാരമൗണ്ട് ടവറിൽ വെച്ചിട്ടായിരുന്നു. പാരമൗണ്ട് ടവറിൽ വെച്ചിട്ടായിരുന്നു. ഐ റിമെമ്പർ ഇറ്റ് വാസ് ഓൺ സെപ്റ്റംബർ 22 ആയിരുന്നു കേട്ടോ. കുറേ കാർഡുകളുണ്ട് കേട്ടോ. അതിന്റെ കൂടെ ഇതൊരു സെറ്റ് ആണ്. നമ്മൾ നിങ്ങൾക്ക് സൈഡിലെല്ലാം കാണിച്ചു. സോ ഇതായിരുന്നു നമ്മളെ എന്താ പറയാ എൻഗേജ്മെന്റ് ഇൻവിറ്റേഷൻ കാർഡ്. കാലിക്കറ്റിലൊരു ഹാളിൽ വെച്ചിട്ടായിരുന്നു. നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇതിന്റെ ഡ്രസ്സിന്റെ ഇതൊക്കെയെന്ന് പറയുമ്പോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പർച്ചേസ് ചെയ്തത് സമ്യ ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ട്. എനിക്കൊന്ന് ബാംഗ്ലൂരിലുള്ള ഒരു ഇതെല്ലാവർക്കും വരാം. വെഡിങ്ങിന്റെ ഒരു ബെസ്റ്റ് കളക്ഷൻസ്. ഞാൻ വെഡിങ്ങും അവിടെ ആട്ടോ പർച്ചേസ് ചെയ്തത്. അപ്പൊ ഞാൻ അവിടുന്ന് ഡ്രസ്സ് എടുക്കുന്നു. ഞാൻ കാലിക്കറ്റ്, ഞാൻ ബ്ലേസേഴ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ കാലിക്കറ്റ് തന്നെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്റെ ഫ്രണ്ട് ആണ് കേട്ടോ ഒന്ന് മേക്കപ്പ് ചെയ്ത്, ഫാബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിന്റെ മേക്കപ്പ് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫോട്ടോസ് ഒക്കെ ഒന്ന് കണ്ടാലോ? കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലോ. ഞാൻ ഭയങ്കര ലീനായിരുന്നു കേട്ടോ. പഠിക്കുന്ന ടൈമാണ്. ഇപ്പോഴും വലിയ തടിച്ചെന്നല്ല, പക്ഷെ ഞാൻ വെഡിങ്ങിനേക്ക് കുറച്ച് നമ്മൾ ഈ കല്യാണ തീറ്റിക്കലിലൊക്കെ കുറച്ച് തടിച്ച് തന്നായിരുന്നു. അന്ന് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ എന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഹെബായിരുന്നു അതൊന്ന് ചോദിക്കും. അല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അതൊന്നും സംഭവമില്ല. കുറച്ചുകൂടി കോൺഫിഡന്റ് എപ്പോഴാണുള്ളത്. പഠിക്കുന്ന ടൈമല്ലേ, പഠിക്കുന്ന സമയമായിരുന്നു. സങ്കടപ്പെടണ്ട. ഞാനും ഇപ്പൊ അങ്ങനെ തടിച്ചിട്ടൊന്നുമില്ല. ഒരു സങ്കടപ്പെടാനുമില്ല. അങ്ങനത്തെ ഒരു സംഭവമില്ല. പക്ഷെ എനിക്ക് മോർ കോൺഫിഡന്റ് ഇപ്പോഴാണ്. ഫോട്ടോ കാണുമ്പോൾ എല്ലാവരും ഇത്ര വലിച്ചിട്ടായിരുന്നു ചോദിക്കല്ലോ. പിന്നെ റീ പാട്ട് പാടിയിരുന്നു. അന്ന് കുറച്ച് ഫ്രണ്ട്സും ഫാമിലി ഒക്കെ ആയിട്ട് നമ്മള് മാഷാഅല്ലാ അടിച്ചു പൊളിച്ചു. എന്തൊക്കെയായിരുന്നു. എൻഗേജ്മെന്റ് റിംഗ് കേട്ടാ. ഞാൻ ആദ്യമായിട്ട് എൻഗേജ്മെന്റ് റിംഗ് ആയിരുന്നു. എൻഗേജ്മെന്റ് റിംഗ് ഇതാണ്. അതേപോലെ വേറെ എന്തൊക്കെ ചോക്ലേറ്റ്സ് കാര്യങ്ങൾ. നമ്മൾ ഈ ഇതിന് വേറൊരു പേര് പറയും. എന്താ മിഠായി കൊടുക്കും. ചോക്ലേറ്റ്സും ഗിഫ്റ്റ്സും സാധനങ്ങളൊക്കെ ആയിട്ട് റീന്റെ ഫാമിലിന്ന് എല്ലാരും വന്നു. അതിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടാ. बन गए हाँ नमी बन गए तुम मेरे आसमां मेरी ज़मीं बन गए हाँ हंसी बन गए हाँ नमी बन गए तुम मेरे आसमां मेरी ज़मीं बन गए അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫോട്ടോസ് ഒക്കെ കണ്ടില്ലേ? അന്നാണ് Jan 26 നിക്കാഹ് ഡേറ്റ് ആയിട്ട് നമ്മളുടെ മുതിർന്നവരൊക്കെ വേണ്ടി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടുന്ന് അനൗൺസ് ചെയ്യും അവര്. ഈ മുതിർന്ന നമ്മളെ എല്ലാ ഫാമിലി എല്ലാവരും നിന്ന് ആലോചിച്ചൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും.
പിന്നെ നമ്മൾ അടിച്ചു വിളിച്ചില്ലേ എല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ലാസ്റ്റ് ഡാൻസും പ്രോഗ്രാമും അന്നത്തെ ഡേ. പിന്നെ അന്ന് തുടങ്ങിയ പ്രണയമാണ് മക്കളെ എന്ന് പറയുന്നത്. ഈ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളുടെ സെപ്റ്റംബർ 22 ആയിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞായിരുന്നു. പിന്നെ there was only like 3-4 months for a നിക്കാഹ്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. ഹെബ പേരും ഒരുപാട് പ്ലാനിങ്ങിലായിരുന്നു. വെഡിങ് സ്റ്റേജ്, ഇവന്റ്സ്, കാര്യങ്ങൾ. നമ്മളെ നിക്കാഹായിരുന്നു, നോട്ട് ദാറ്റ് ബോയ്. നമ്മളെ നിക്കാഹായിരുന്നു, കൂട്ടിക്കൊണ്ടു പോകലോ റിസപ്ഷനോ കല്യാണോ അല്ലായിരുന്നു, നിക്കാഹായിരുന്നു. കാരണം എവന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കല്യാണം. പിന്നെ നമ്മള് ആ ഒരു പ്രിപ്പറേഷൻ ആയില്ലേ, ഡ്രസ്സ് നോക്കുന്നു, ഇവന്റ്സ് തപ്പുന്നു, കാർഡ് നോക്കുന്നു, അങ്ങനെ ഒരുപാട്. ഞങ്ങൾക്ക് പിന്നെ വാട്സപ്പ് മൊത്തം അതായിരുന്നില്ലേ. ഞാൻ കുറെ സ്റ്റേജും കാര്യങ്ങളും അങ്ങോട്ട് സെൻഡ് ചെയ്യും, ഇങ്ങോട്ട് സെൻഡ് ചെയ്യും, ഡ്രസ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പതിവ് പോലെ വീണ്ടും ബാംഗ്ലൂരിലേക്ക് ഡ്രസ് പർച്ചേസ് ചെയ്യാൻ. ഞാൻ യൂഷ്വലി ബാംഗ്ലൂരാ പോലും. ഞാനിപ്പോ തന്നെ പറയുന്നു, ഞാൻ ഫാമിലി ആയിട്ട് ബാംഗ്ലൂർക്ക് വെഡിങ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോയി. ഉമ്മ എല്ലാരും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 2-3 ടൈംസ് പോയിട്ടുണ്ടാവും. എന്റെ കസിൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സ്റ്റേയും കാര്യങ്ങളും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫാമിലി ആയിട്ട് പോയി. അങ്ങനെ സമയൊക്കെ തന്നെയാണ്. ഞാനൊരു ഗ്രീൻ ലെഹങ്ക ആയിരുന്നു. ഞാനൊരു റെഡ് ഷെർവാണി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷെർവാണിയാണ്. പക്ഷെ അതിന് കുറച്ചൊരു ആൾട്രേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു എന്റെ ഒരു ഔട്ട്ഫിറ്റ്. അത് കുറച്ച് ഞാൻ അതിനു വേണ്ടി കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഐ വാണ്ടഡ് ടു ലുക്ക് ഡിഫറെന്റ് എന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കാസിംക, ഈസ് ദി ഓണർ ഓഫ് ബ്രാൻഡ്. അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡിസൈനിൽ എത്തിക്കാനും ആ ഒരു പാറ്റേണിൽ സംഭവം വരാനും വേണ്ടിയിട്ട്. സോ റിയലി ഹാപ്പി. അതിന് പുറകില് ഒരുപാട് പേര് അത് ചെയ്തു. എത്ര ഗ്രൂംസ് അറിയോ. നമ്മള് കല്യാണം കഴിച്ചത് 2020 ജാനിലാണ്. എനിക്ക് തോന്നുന്നു അതിനുശേഷം വന്ന ഗ്രൂമൊക്കെ അതിന്റെ വൈറ്റ്, അതിന്റെ ബ്ലാക്ക്, അതിന്റെ ഗ്രീന്, അതിന്റെ ബ്ലൂ, അതിന്റെ എല്ലാ കളേഴ്സും ഇറ്റ് വാസ് വൈറൽ. കുറെ പേര് അത് കോപ്പി പോലെ ചെയ്തു. പിന്നെ ഒരുപാട് പേര് നമ്മള് വെഡിങ്ങിന്റെ അതൊക്കെ പറഞ്ഞുതരാം. വെഡിങ് ഡാൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ അതില് പുറകില് ഞാൻ ആർച്ച് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കാണിച്ചുതരാം, നിങ്ങൾക്ക് ഫോട്ടോ കാണിച്ചുതരാം. അതിന്റെ എന്താ പറയാ, ആ ഒരു ഡ്രസ്സും ആ ഒരു വെഡിങ് ഡാൻസും ആ ഒരു സ്റ്റേജ് വരെ അതേപോലെ വേറെ അതിപ്പോ നമ്മളിപ്പോ ഹിന്ദി നമ്മള് ബോളിവുഡ് നമ്മളിപ്പോ ഇൻസ്പിറേഷൻ നോക്കല്ലോ. പക്ഷെ അത് ഭയങ്കര ഹാപ്പി അല്ലേ, നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. റിയലി ഹാപ്പി, അത് ഭയങ്കര സന്തോഷം. പിന്നെ വേറൊരു കാര്യം, ഈ വീഡിയോ ഫുള്ള് കാണണം. ഞങ്ങളുടെ പഴയ വെഡിങ് ഡ്രസ് ഇട്ടിട്ട് ഇതിൽ കൂടെ ഒരു നടന്നു വന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നോ മേക്കപ്പ് ഒന്നും ഇല്ല. ആ ഒരു ലെഹങ്ക ഇവിടെ കിടക്കുന്നുണ്ട്. എത്രത്തോളം ഫിറ്റ് ആണെന്ന് അറിയില്ല. നിങ്ങൾക്ക് വേണ്ടി നമുക്ക് അതൊന്നുകൂടെ റീക്രിയേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഡ്രസ് സെലക്ട് ചെയ്യാൻ റിയോ ഉണ്ടായിരുന്നു. റീയും പർച്ചേസിങ് ഫാമിലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഡ്രസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മള് റീനെ വിളിച്ചു. ഞാനും ഫാമിലി ആയിട്ടായിരുന്നു. ഭാഗ്യമുണ്ട് എന്റെ കല്യാണ ഡ്രസ്സൊക്കെ. ചിലവര് കാണിക്കൊന്നുമില്ല അങ്ങനെ. ഞാന് ഹെബന്റെ ഡ്രസ്സ് അവിടെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. യൂഷ്വലി നമ്മള് അന്നല്ലേ കാണാം, അല്ലെങ്കിൽ പ്രോബ്ലി നിങ്ങൾ ഫോട്ടോസ് അയച്ചു. ഞാൻ ഹെബ സെലക്ട് ചെയ്യുമ്പോ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താണ് ചിലവർ ഇങ്ങനെ അയച്ചു കൊടുക്കില്ല, സർപ്രൈസ് ആക്കി വെക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ എന്തെങ്കിലും അയച്ചു കൊടുത്തു. എൻഗേജ്മെന്റ് അടക്കം ഞാൻ അയച്ചിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കല്യാണ പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ഇവന്റ് ഏൽപ്പിക്കുന്നു. എന്താ പറയാ, ഓക്കെ, എന്റെ സൈഡിലെ കാർഡ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. എന്റെ ഒരു ഗ്രീൻ കളർ ആയിരുന്നു അവിടെ പ്രിന്റ് ചെയ്ത ഇൻവിറ്റേഷൻ കാർഡ്. എന്റെ വീട്ടിലാണ്. ഇത് റീന്റെ സൈഡിലായിരുന്നു. Jan 26. ഇതുവരെ എന്റെ സൈഡിലത് ഞാൻ ഫോട്ടോ താഴെ കാണിച്ചു തരാം. ഇത് റീന്റെ സൈഡിലെ കാർഡ് ഫ്ലോറൽ തീമില്, ഒരു ഫ്ലോറൽ തീം വിത്ത് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ടച്ച് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രിറ്റി സിമ്പിൾ വൺ. ആസ് യൂഷ്വൽ അറിയാലോ, എനിക്ക് കുറെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. കാണിക്കുന്നോ, ക്ലോസർ കാണിക്കണല്ലോ അല്ലെ. RHന് ചെയ്തു ഞാൻ ട്രാൻസ്പെറന്റ് ഗ്ലാസ്സില് ഹെബ റിവാസ് സേവ് ദ ഡേറ്റ് അങ്ങനെ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര രസമാണ് ഇങ്ങനെ തുറന്നിട്ട്. ഹെബ റിവാസ്, we, Ali Kunji P and Jesli PT, kindly request you to grace your presence, save the date and join us for the wedding celebration of Heba and Rivaz
on 26 January 2020 Sunday. It was on a Sunday, 6 p.m. to 10 p.m. Miami Convention Center വെച്ചിട്ടായിരുന്നു അത്തോളി വെച്ചിട്ട്. പിന്നെ ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഡേയ്സ് കൗണ്ട് ചെയ്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് അതിന്റെ ക്ലിപ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ 1 by 1 കുറച്ച് കാണിച്ചു തരാം കേട്ടോ. അതേപോലെ ബ്രൈറ്റ് മെയ്ഡ്സിനെ ഇൻവൈറ്റ് എനിക്ക് ഭയങ്കര കുറെ കസിൻസും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഞാനൊരു ഹാമ്പർ ബോക്സിൽ എന്റെ ബ്രൈറ്റ് മെയ്ഡ് ആവോ എന്ന് ചോദിച്ചിട്ട് സെൻഡ് ചെയ്തിരുന്നു. അതിന്റെ വിഷയം നല്ല ക്യൂട്ട് ആയിരുന്നു. അതും നമ്മൾ ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മള് ആ ഒരു 3-4 മാസത്തെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ ഡേയ്സ് കൗണ്ട് ചെയ്തൊക്കെ നമ്മൾ കണ്ടു. ഞങ്ങളെ കാർഡുകൾ കണ്ടു, ബ്രൈറ്റ് മെയ്ഡ്സിനെ ഇൻവൈറ്റ് ചെയ്ത് കണ്ടു, ഡ്രസ്സ് എടുക്കാൻ ബാംഗ്ലൂർ പോയി 2 പേരും അത് കണ്ടു. പിന്നെ നമ്മള് വെഡിങ് ഡേയിലേക്ക് വരാണ്. 26 ഞാൻ 24 മെഹന്തി ഇട്ടു. 24 സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ മെഹന്തി ഇട്ടത് നമ്മൾ 2 ദിവസം മുന്നേ മെഹന്തി ഇടുമല്ലോ. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ക്യാമറമാൻ വന്നു, മെഹന്തി ഇട്ടു. എന്റെ മെഹന്തി ഒന്ന് നിങ്ങൾ ഫോട്ടോസ് കണ്ടല്ലോ എൻഗേജ്മെന്റിലും. എനിക്ക് മെഹന്തിയിൽ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരുന്നത് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും റീനയും എണ്ണയും ഒക്കെ ഉണ്ടാവും കയ്യില്. കുറെ ഞാൻ മെഹന്തിന്റെ ഫോട്ടോസ് എൻഗേജ്മെന്റിന്റെ നേരത്തെ കണ്ടല്ലോ. ഇപ്പൊ എന്റെ മെഹന്തി ഫോട്ടോ കാണിച്ചു തരാം. മെഹന്തിന്റെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. എന്റെ സൈഡില് പ്രോഗ്രാംസ് ഒക്കെ ഫ്രൈഡേ ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മള് ഗ്രൂം ഷവറിൽ തുടങ്ങി ഒരു 2 hours ഇവിടെ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് പൂൾ സൈഡിലൊക്കെ വെച്ചിട്ട് ഫ്ലോറൽ തീമിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഫ്ലോറൽ തീമായിരുന്നു. എന്തൊക്കെയായിരുന്നു പിന്നെ പൂളിച്ചാട്ടവും അതിന്റെ വിഷ്വൽസും കൂടി നമ്മൾ കാണിച്ചു തരാം. എന്റെ ഉമ്മമാരും എന്റെ അമ്മായിമാരും എല്ലാരും വന്നിരുന്നു കേട്ടോ. എന്റെ ആന്റീസും എല്ലാരും കൂടി ഉണ്ടായിരുന്നു. നമ്മള് കസിൻസ് ഒക്കെ പൂളിൽ ചാടി എല്ലാവരും ഫ്ലോറൽസ് ഒക്കെ ഇട്ട് വന്നു. സെക്കൻഡ് ഡേ അതായത് സാറ്റർഡേ നമുക്ക് ഒരു DJ നൈറ്റ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത ഫേം ആയിരുന്നു സ്തപതിയിലെ ടോണി സാറിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ടോയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടാണ്. നമ്മളെ കാലിക്കറ്റ് തൊണ്ടയാട് ബൈപ്പാസിലുള്ള ഒരു റിസോർട്ടാണ്. അടിപൊളി പ്ലേസ് ആണ്. അങ്ങനെ അവിടെ വെച്ചിട്ടായിരുന്നു നമ്മളുടെ തലേന്നത്തെ പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കൊച്ചു DJ നൈറ്റ് ആയിരുന്നു. അതിന്റെ വിഷ്വൽസ് നമ്മൾ നിങ്ങൾ കാണിച്ചു തരാം. അതെന്റെ കസിൻസ് ഇപ്പോഴും പറഞ്ഞത് ഹാഡ് എ ഗ്രേറ്റ് ടൈം. അത് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് കുർത്താസ്, ഒരു DJ നൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ആ നമ്മൾ കാലിക്കറ്റ് ഫ്ലീ ലൈറ്റ്സ് കൊണ്ട് മൊത്തമുള്ള ഒരു ഡെക്കറേഷനും പിന്നെ ആ മറ്റേ ഉണ്ടുവണ്ടിയിലും ഒരു ലൈറ്റ്സ് ഡെക്കറേഷനും ഡാൻസും പ്രോഗ്രാമും. എനിക്ക് തോന്നുന്നു ഇവൻ കപ്പിൾസിന്റെ ഒരു റാമ്പ് വാക്ക് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തു കോമ്പറ്റീഷൻ പോലെ. അപ്പോ അതിന്റെ എൻഡിങ്ങിലാണ് ഇതാണ് സംഭവം. പ്രോഗ്രാം ശരിക്കും തലേത്തെ നമ്മളെ ഡാൻസും പ്രോഗ്രാമും പരിപാടിയും എൻജോയ് ചെയ്തിട്ട് ലാസ്റ്റ് ആണ് ഇവർക്ക് DJ. അത് ഫാമിലി മാത്രമുള്ള ടൈമിൽ എല്ലാരും ബ്ലാക്ക് ഡ്രസ് ഒക്കെ ആയിട്ട് നിയോൺ ലൈറ്റ്സും ബാംഗിൾസ് ഒക്കെ കൊടുത്തിട്ട് ഇതായിരുന്നു എടുത്തു വെച്ചതായിരുന്നു. ഇതായിരുന്നു നമ്മളുടെ DJ നൈറ്റ്സിന്റെ പ്രോപ്സ് ഒക്കെ. അപ്പോ ഇത് കഴിഞ്ഞ് വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. അന്ന് റിമെമ്പർ അത് കഴിഞ്ഞ് വരുമ്പോ ഞാൻ ഹെബക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. അതും ഞാൻ ഇവിടെ പ്ലേ ചെയ്തുതരാം.
ഇനി നേരെ ഹെബന്റെ സൈഡിലുള്ള പരിപാടികൾ എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മള് 24th മെഹന്തി ഒക്കെ ഇട്ടു. 25th മോർണിംഗ് ഞങ്ങൾക്കൊരു തമിഴ് തീമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്തത് ബാബി ആയിരുന്നു കേട്ടോ. ഞാൻ അതിന്റെ പോസ്റ്റേഴ്സ് 2 കാണിച്ചു തരാം. ഹെബാവുക്ക് തിരുമണം, പിന്നെ വേറെ അങ്ങനെ 2 ഹെബയുടെ സംഗീത് എന്ന് പറഞ്ഞിട്ട് 2 പോസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ സൈഡിൽ കാണിച്ചു തരാം. അപ്പൊ ഈ തിരുവോണം എന്ന് പറയുന്ന സംഭവമാണ് എന്താ പറയാ 25th മോർണിംഗ്. അപ്പൊ ഞാൻ തമിഴ് തീമില് സാരിയൊക്കെ കൊടുത്ത് ആ ഒരു ഭരതനാട്യം കളിക്കുന്ന സ്റ്റൈലിലൊക്കെ ഡ്രസ് ചെയ്തു. പിന്നെ ഫാമിലിക്ക് എല്ലാവർക്കും ഡ്രസ് കോഡ് എന്ന് വെച്ചാൽ എല്ലാവരും ഷർട്ടും മുണ്ടും, അല്ലാത്ത എല്ലാവരും അവരവരുടെ കല്യാണ സാരി എടുത്തിട്ട് വരാൻ പറഞ്ഞു. എല്ലാവരും അവരുടെ പഴയ കല്യാണ സാരി തപ്പി ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് എല്ലാവരും തമിഴ് തീം ആയതുകൊണ്ട് എല്ലാവരും ആ ഒരു അറ്റയറിൽ വന്നു. ടെറസിന്റെ മേലെ ഒരു ചെറിയ സ്റ്റേജ് പോലെ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കലും അവിടെ നമ്മൾ അതിന്റെ ഇടയിൽ കസിൻസ് എല്ലാവരും എനിക്ക് ബ്രൈഡൽ ഷവർ സർപ്രൈസ് തന്നു. എല്ലാവരും റീന്റെ ഫേസിലുള്ള മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരുന്നു. രസമായിരുന്നു. എല്ലാവരും ഡാൻസും പ്രോഗ്രാം ഒക്കെ ആയിട്ട് ആ ഒരു തമിഴ് തീം പൊളിച്ചു. അന്ന് മേക്കപ്പ് ചെയ്തത് ബാബി തന്നെയാണ് മേക്കപ്പ് ചെയ്തത്. പിന്നെ ടൈമില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടിയത്. കാരണം എന്നെ മേക്കപ്പ് ചെയ്യാനുള്ള ആള് വന്നിരുന്നു സംഗീത്. അത് ഞങ്ങള് തലേന്ന് സെറ്റ് ചെയ്തത് ഗുജറാത്തി തീം സംഗീത്. എല്ലാരും വൈറ്റ് ഡ്രസ് ആയിരുന്നു. ഞാനും ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഒരു ഗുജറാത്തി സിൽവർ കളർ ആയിരുന്നു മൊത്തം. ഞാൻ ഡ്രസ്സ് സമയ ക്ലോത്തിങ് ബാംഗ്ലൂർ തന്നെയാണ്. ഓർണമെന്റ്സ് ഒക്കെ എനിക്കൊന്ന് ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നൊപ്പിച്ചത്. ഒരുപാട് പേര് ഓർണമെന്റ്സ് ചോദിച്ചു, പക്ഷെ ഷോപ്പൊന്നും അറിയില്ല. നമ്മള് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കയറിയാ എന്താണ് ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ കൊട്ടിപ്പാട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കൊട്ടിപ്പാട്ടിന്റെ ടീമിനെ സെറ്റ് ചെയ്തിരുന്നു. എനിക്ക് വിഷമം വന്നത് എന്റെ ഇവന്റ് ചെറുതായിട്ട് അന്ന് പാളിയിലേക്ക് ഞാൻ ഏൽപ്പിച്ച പോലെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് സ്റ്റുഡൻസിനെ ആയിരുന്നു ഏൽപ്പിച്ചത് ബിആർക്ക്. അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ബട്ട് ഞങ്ങള് ഒരു ഫ്രീ ലൈഫ് സ്റ്റൈലിലൊക്കെ എൻട്രി ഒരു ജീപ്പിന്റെ പുറത്ത് കസിൻസ് എല്ലാവരും ലൈറ്റ്സ് ഒക്കെ വെച്ചു. പിന്നെ എൻട്രി ഞാൻ ഒറ്റ എന്താ അറിയില്ല സീസൺ ആയ പോലെ എന്റെ എല്ലാ കസിൻസും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ പ്രഗ്നന്റ് ആയി ആ സമയത്ത്. അവർക്കൊന്നും ഡാൻസ് ശരിക്കും നമ്മളെ കസിൻസിന്റെ കല്യാണത്തിനൊക്കെ ഡാൻസ് ഒക്കെ എൻട്രി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അവരൊക്കെ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ചിട്ടായിരുന്നു എൻട്രി ഒക്കെ. പിന്നെ മെഹന്തി ഇടാൻ ഞാൻ ഒരാളെ നമ്മള് ഹൈലൈറ്റിൽ ഇവിടെ ഒക്കെ ഉണ്ടാവുമല്ലോ ഒരാളെ ഞാൻ സൈഡിൽ ഇരുത്തിയിരുന്നു. അതൊന്നല്ല അതൊരു കഥ ഞാൻ പറയട്ടെ. എന്നോട് പറഞ്ഞു റീ ഫോക്കസ് മാളിൽ ഒരാളുണ്ട്, മെഹന്തി ഇടുന്ന ചേട്ടനുണ്ട്, ഒന്ന് വിളിച്ച് സെറ്റ് ആക്കി തരുന്ന തലേന്ന് മെഹന്തി ഇടല്ലോ അവിടെ വരുന്ന എല്ലാവരും സൈഡിൽ ഇരുത്തി കൊട്ടിപ്പാട്ട് സൈഡില്. ഇപ്പൊ മൊത്തത്തിലൊരു മെഹന്തി. പിന്നെ നമ്മളെ ദഫ് പാട്ടൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ കയ്യില് കോലൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഗുജറാത്തി സ്റ്റൈൽ. അപ്പൊ ഇതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മളെ കല്യാണത്തിന്റെ തലേന്നും പിറ്റേന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങളെ തന്നെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ വെഡിങ് വീഡിയോ നിക്കാഹ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ കാണാൻ ആഗ്രഹമുള്ളത് ഞങ്ങൾ നേരെ കൊടുക്കാം ഇല്ലേ കാട്ടില്. അപ്പൊ എന്റെ ഈ ഒരു തലേന്നത്തെ മെഹന്തിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ.
മെയിൻ ഡേ ആണ് ഗൈസ്. നിക്കാഹിന്റെ മെയിൻ ഡേ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈവനിങ് ടു നൈറ്റ് ആയിരുന്നു. അങ്ങനെ 6 o'clock കറക്റ്റ് ഞാൻ അവിടെ ഹാളിലെത്തി. അങ്ങനെ ഹെബ നമ്മൾ ഇവിടുന്നായിരുന്നു റെഡി ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഹെബ അവിടെ ഹാളിൽ ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, എന്നെ സുന്ദരിയാക്കി തന്ന മുനീറത്തെയാണ് കേട്ടോ. മേക്ക് ഓവർ സ്റ്റുഡിയോ ആയിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് രാവിലെ 11 o'clock അറിയാലോ ബ്രൈഡ് ആവുമ്പോ എന്തൊക്കെ പൊട്ടിയടി വേണമെന്ന്. ഞാൻ രാവിലെ ഇവിടെ കാലിക്കറ്റിൽ എത്തിയിരുന്നു. അപ്പോഴാണ് അന്ന് രാവിലെ നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് രാവിലെ അല്ലേ. എനിക്കൊരു സ്വഭാവമുണ്ട്. ഈ പെണ്ണ് കണ്ടത് മുതല് ഞാൻ എപ്പോ ഫാമിലി ആയിട്ട് കാലിക്കറ്റ് വന്നാലും ഇപ്പൊ പപ്പൊക്കെ വരുമ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ കാലിക്കറ്റ് എവിടത്തേക്ക് എന്നെ ഒളിഞ്ഞു കണ്ടുപോകും. അതൊരു രസമല്ലേ? യെസ്, അന്ന് വെഡിങ്ങിന് അന്ന് രാവിലെ ആള് പാളയത്തൊക്കെ ഉണ്ട് ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങുന്നത്. എനിക്കൊരു ഐഡിയ ഇല്ല. ആ സർപ്രൈസ് ഒക്കെ ഞാൻ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ മുരേത്താന്റെ അടുത്ത് നിന്ന് റെഡിയായി. ഉമ്മയുണ്ടായിരുന്നു, അൻഷി ഉണ്ടായിരുന്നു റെഡി ആവുന്ന ടൈമിൽ. എന്നിട്ട് ഞാൻ ഹോളിലേക്ക് എത്തി ബാക്കി. യെസ്, അങ്ങനെ ഹാളിൽ എത്തിക്കഴിഞ്ഞു. വെരി നെർവസ് ആയിരുന്നു, പക്ഷെ വാസ് റിയലി എക്സൈറ്റഡ്. രണ്ടാളും അങ്ങോട്ടൊന്നും പറയല്ലോ കേട്ടോ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊരു കോംപ്ലിമെന്റ്. ഞാൻ ലീനായിരുന്നു പറഞ്ഞല്ലോ, കല്യാണം കഴിയുമ്പോൾ ഉമ്മ കുറച്ച് തീപ്പിച്ച് ഞാൻ കുറച്ച് നന്നായി തടിച്ചിരുന്നു കേട്ടോ. ഞാൻ എനിക്കൊന്നൊരു 42 kg ഒക്കെ ഞാൻ കൂടിയപ്പോ പലരും ചോദിച്ചു പോലും പെണ്ണ് മാറിപ്പോയോ. എവന്റെ ആഗ്രഹമായിരുന്നു. സോ ഷീ പുട്ട് ഓൺ വെയിറ്റ്, ഷീ കോൺസെൻട്രേറ്റഡ് മോർ. മീൻസ് അത്യാവശ്യം ഫാറ്റ് ആയിരുന്നു, ഞാൻ നല്ല ലീൻ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഡയറ്റ് ചെയ്ത കഥ പറ. ഞാൻ ഡയറ്റ് അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. ഐ റെഡ്യൂസ്ഡ് അറൌണ്ട് 18 kilos കല്യാണത്തിന് വേണ്ടിയിട്ട്. 3 monthsോളം വർക്ക്ഔട്ട് ചെയ്തു. അതെനിക്ക് തോന്നിയ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അത് കല്യാണത്തിന് അത് വർക്ക്ഔട്ട് ഇൻ ദ സെൻസ് ജിമ്മിൽ പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ. പിന്നെ ഷുഗർ കട്ട് ചെയ്തു. അപ്പൊ ഇറ്റ്സ് ഹൈ ടൈം ഐ ഡു ഇറ്റ് അഗെയിൻ. കാരണം വീണ്ടും വെയിറ്റ് കൂട്ടണം. അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ലൈക്ക് ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ലൈക്ക് ഇറ്റ്സ് അപ് ടു യു ഗൈസ്. നിങ്ങളുടെ പോസിറ്റീവ് വൈബ് പോലെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇറ്റ്സ് യുവർ ലൈഫ്, യു നോ, ലിവ് ഇറ്റ്. അത്രേ ഉള്ളൂ ഇൻഷാല്ലാ. അങ്ങനെ സദസ്സിലെ എല്ലാ കാരണവന്മാരും എത്തി. നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാരും ഉണ്ട്. അങ്ങനെ പപ്പക്ക്, അതായത് ഹെബന്റെ ഉപ്പക്ക് ഞാൻ കൈ കൊടുത്തു. അങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ അവിടെ ഇരുത്തുമല്ലോ, നമ്മള് എന്തിനധികം കാണാത്തൊരു സൈഡിൽ ഇരുത്തി, സ്റ്റേജ് പോലെ സൈഡില് എന്നെ അവിടെ ഇരുത്തിയതായിരുന്നു. പറ. യെസ്, അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു. ഹെബ എന്റേതായി. ഹെബ ഗോട്ട് റിവേഴ്സ്ഡ് ആയി. അപ്പൊ തന്നെ എല്ലാരും വന്ന് കെട്ടിപ്പിടിക്കലും ഒരു സ്പെഷ്യൽ മൂമെന്റ് ആണ് ലൈഫിലെ ബെസ്റ്റ് മൂമെന്റ് ആണ്. കാരണം നമുക്ക് ആഡഡ് റെസ്പോൺസിബിലിറ്റി ആണ് ഫോർ മീ. കാരണം ഇറ്റ്സ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ യു ആർ നോട്ട് സിംഗിൾ എനിമോർ. അപ്പോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂമെന്റ്. ഇപ്പോഴും ഐ കനോട്ട് ഫൊർഗെറ്റ് ഇറ്റ്. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് ക്യാപ്ചിനോ ക്രിയേറ്റീവ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാ വിഷ്വൽസും നിങ്ങൾക്ക് സൈറ്റിൽ നമ്മൾ കൊടുക്കാം. നമ്മളുടെ വെഡിങ് ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് ക്യാപ്ചിനോ ഇപ്പൊ പറഞ്ഞ എല്ലാ സംഭവം അതിലുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആവുമ്പോൾ നിങ്ങളത് കാണാം. എനിക്ക് ഒന്ന് അതിൽ മെയിൻ എനിക്ക് പറയാനുള്ളത്, നമ്മള് നിക്കാഹ് കഴിഞ്ഞിട്ട് പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുമല്ലോ. അങ്ങനെ എനിക്ക് എന്റെ റീന്റെ ഓരോ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങള് പിറ്റേ ദിവസത്തെ ഇവന്റും തലേ ദിവസത്തെ ഇവന്റും ഒരു പേരായിരുന്നു. അവര് തലേന്ന് റീന്റെ നന്നായിട്ട് ചെയ്തു. പിറ്റേന്ന് നമ്മൾ വിചാരിച്ച പോലെ സ്റ്റേജ് ഹൈലൈറ്റ്സ് ഒക്കെ. ഇവന്റ് വാസ് ദി ഓൺലി ലെറ്റ് ഡൗൺ ഫോർ us. കാരണം നമ്മള് പ്രതീക്ഷന്റെ 25% പോലും കൊടുത്ത സ്റ്റേജ്. ദാറ്റ് ഈസ് ഫൈൻ. ഞാൻ അവരുടെ പ്രോഗ്രാം കഴിഞ്ഞു ബ്രോ. ലൈക്ക് ഫോർ യുവർ ഫ്യൂച്ചർ ഐ വോണ്ട് യു ടു ഇംപ്രൂവ്. നിങ്ങൾ ഇനിയും ബെറ്റർ ആയി കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്ത മിസ്റ്റേക്സ് നിങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാണ്. ഡ്രീം ആണല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ മാനേജ് ചെയ്തു. അതെങ്ങനെയാ ഞാൻ പല്ലക്കിൽ കയറിയത് തന്നെ. എന്റെ വേറൊരു രീതിയിൽ കേജിലായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ അവർക്ക് എത്തിക്കാൻ പറ്റിയില്ല. അവന് പല്ലക്കിലായിരുന്നു. റിസപ്ഷൻ ഞാൻ ഇറക്കിക്കളാം. പല്ലക്കിലായിരുന്നു. അവരുടെ ഇവന്റിന്റെ ആൾക്കാർ തന്നെയായിരുന്നു പിക്ക് ചെയ്യാനുള്ളത്. അപ്പൊ എനിക്ക് നോ ഐഡിയ. എന്നെ കൊണ്ടുവരാൻ ഞാൻ സ്റ്റേജിലേക്ക് പോകുന്ന പകുതി എത്തിയപ്പോ എന്നെ ഇറക്കി, സ്റ്റേജ് നടുവിൽ ഇറക്കി. അപ്പൊ എന്റെ സ്കൂളിലെ ഫ്രണ്ട്സ് യെസ് അത് തന്നെ പല്ലക്കിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഞാന് ആ സോങ് ആയിരുന്നു കേട്ടോ. അതിന്റെ ന്യൂ വെർഷൻ അല്ലേ?
അതിന്റെ ന്യൂ വേർഷൻ സോങ് ആയിരുന്നു. അപ്പൊ പകുതി എത്തിയപ്പോ എന്റെ സ്കൂൾ ഫ്രണ്ട്സ് കസിൻസ് എല്ലാവരും നമ്മൾ ആ ഇതിൽ എൻട്രി അല്ലേ, പകുതി എത്തിയപ്പം ഈ പല്ലക്ക് താത്തി ട്വിസ്റ്റ്, പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് മക്കളെ. എന്നോട് ഒരു കാര്യം മറച്ചു വെക്കലില്ല. ഞാൻ എന്റെ കസിൻ പറയുന്നത് പറയരുത്, ഒരിക്കലും പറയത്. എല്ലാരും വന്നിട്ട് ദേ പെർഫോം. നീ എന്നെ പറ. അടിപൊളിയായിരുന്നു. പെട്ടെന്ന് നിർത്തി എല്ലാരും പെർഫോം ചെയ്യുന്ന ഓക്കെ, പക്ഷെ ആളാണ്. ഇപ്പൊ എല്ലാരും വീണ്ടും ഡാൻസ് ഒക്കെ കാണുന്നുണ്ട് ഷോയില് പോയതൊക്കെ. പക്ഷെ പെട്ടെന്ന് ആള് നല്ല രസം. ഓ അത് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഞാൻ കാണിച്ചു തരാം. എന്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള സേവ് ചെയ്ത വീഡിയോ ക്ലാരിറ്റി കുറവാണെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഹെബനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു എൻട്രി ഡാൻസ് ആയിട്ട് നമ്മള് കസിൻസ് ഹെബക്ക് വേണ്ടി കൊടുത്തതായിരുന്നു. ഞാൻ ഞെട്ടിമാമ റീന്റെ ഡാൻസും അത് കഴിഞ്ഞ് എല്ലാരും റീന്റെ കസിൻസ് എല്ലാരും സ്റ്റേജിൽ എന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ട് എന്നെ വെൽക്കം ചെയ്തത്. അത് റീ ആണെങ്കിൽ ഒരു മാല ഇട്ടിട്ട് വാ വാ വീഡിയോ പിന്നെ രസം കേൾക്കണോ, ഞാനും ഹെബനോട് നിക്കാഹിന് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇതേ സ്റ്റെപ്പായിരുന്നു. അല്ല അതിന് പിന്നെ എൻട്രി കൊണ്ടുവന്നു. പിന്നെ മഹരട്ടില്ല കൊണ്ടുവന്നു, മഹരട്ടി. പിന്നെ അവിടെ നിന്ന് ആരോ ഒന്ന് ഞങ്ങൾക്കൊരു സോങ് ഇട്ട് തന്നു. ഞങ്ങളൊന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. എത്ര ക്രൗഡ് ഒന്നും നോക്കിയില്ല, എല്ലാവരും ഞങ്ങൾ പഠിച്ച് കളിച്ചാൽ വിചാരിച്ചു. സംഭവം നമ്മൾ പഠിക്കാതെ പെട്ടത് ആ വീഡിയോ കാണിച്ചത്. നൈറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞു. കൂടുതൽ വെഡിങ്ങിന്റെ വീഡിയോസ് നമ്മളെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട്. നമ്മൾ നിക്കാ വീഡിയോ എടുത്താൽ ഫുള്ള് കാണാം കേട്ടോ. അപ്പൊ അന്ന് തന്നെ റീ എന്നെ വന്ന് പിക്ക് ചെയ്തു. ഞങ്ങള് ചെറുത് നൈറ്റ് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ റീക്ക് ഒരു നിർബന്ധമായിരുന്നു അന്ന് എന്നെ പിക്ക് ചെയ്യണമെന്ന്. ഞങ്ങൾ ചുമ്മാ കാലിക്കറ്റ് കൂടെ ഡ്രൈവിനൊക്കെ പോയി, ഹഗമക്കിലൊക്കെ പോയിരുന്നു. ദിസ് വാസ് ആ വെഡിങ് സ്റ്റോറി, അതായത് ഞങ്ങളുടെ നിക്കാ സ്റ്റോറി. ഇതൊക്കെയാണ് സ്റ്റോറി ആയിരുന്നത്. വെരി നെക്സ്റ്റ് ഡേ വി വെന്റ് ടു വയനാട് വിത്ത് അവർ ഫാമിലി. എന്റെ സൈഡിലെ ഫാമിലി ആയിട്ട് നമ്മള് പെട്ടെന്ന് ലൈക് നേരെ വയനാട്ടിലോട്ട് പോയി. നെക്സ്റ്റ് ഡേ അടിപൊളിയായിരുന്നു. എല്ലാവരും മീറ്റ് സംസാരിക്കാനൊക്കെ പറ്റി. ആൻഡ് ദ വെരി നെക്സ്റ്റ് ഡേ വി നമ്മളുടെ എന്താ പറയാ കൊച്ചു ഹണിമൂൺ എപ്പോഴും പറയാൻ പറ്റുന്ന അറിയില്ല, നമ്മളുടെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ ആ സൈഡിൽ ലൈറ്റ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ട്. റിയലി സോറി. നേരെ വയനാട്ടിൽ നിന്ന് നേരെ കൊച്ചിയിലോട്ടാ പോയത്. കൊച്ചിയിൽ നിന്ന് നമ്മള് ഹയാത്തിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വിൽ മൗണ്ടിലോട്ടായിരുന്നു, മൂന്നാറിലുള്ള. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് എവിടേക്ക് എലിക്സ ഹിൽസിലോട്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഒരു കൊച്ചു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തി. കുറച്ച് ഫണ്ണി വീഡിയോസ് ഉണ്ട് ആ ട്രിപ്പില്. കുറച്ച് അതൊന്നും എനിക്ക് കാണിച്ചേ പറ്റുള്ളൂ. നമ്മളിവിടെ കാണിക്കട്ടെ, നമ്മള് മെമ്മറീസ് ചെറുതായിട്ട് പെട്ടെന്ന് കാണിച്ചു തരാട്ടോ. പെട്ടെന്ന് കാണിച്ചു തരാം. My love as a watch. I love you. Love you. ഇഷ്ടമായോ?
कर आए धीरे दरिया. അപ്പം ഒരുപാട് പേർക്കറിയാം ഞങ്ങൾ നിക്കാഹ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, കൂട്ടി കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് റീൻ്റെ വീട്ടിൽ കയറാൻ പറ്റില്ല, റീക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻസ്. പലരും ചോദിക്കേണ്ട കല്യാണം കഴിച്ചതല്ലേ, ഒഫീഷ്യലി നമ്മൾ മതപരമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കാരണവന്മാരൊക്കെ കൂട്ടിയിട്ട് കൊണ്ട് വരുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ടായിരുന്നു റിസപ്ഷൻ പെൻഡിങ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരുപാട് ഡേയ്സിൻ്റെ കല്യാണമൊക്കെ ഒരു ഡ്രീം ആയിരുന്നു എന്ന്. അതിലാണ് ലോക്ക്ഡൗൺ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ്സ് ഇല്ല, പുറത്ത് ഹോട്ടൽസ് ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആകെ കുടുങ്ങിയ. റീക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കള്ളനെടുക്ക് വരും കേട്ടോ, എന്നാലും കുറേ ദിവസം എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞ് കൺവിൻസ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും വേണ്ട, നമുക്ക് പരിപാടി നടത്തിയിട്ട് കൊണ്ടുവരാന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ റീന്റെ സിസ്റ്ററെ ഡെലിവറി കഴിഞ്ഞിട്ട് 40th ഡേ 40 പറയില്ല, അന്നത്തെ ഡേ റീന്റെ വലിപ്പ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഫാമിലി എല്ലാവരും ഉള്ളപ്പോ ഞാൻ ആ ദിവസം എന്റെ ഉമ്മ പപ്പ എല്ലാവരും കൂടെ ഞാൻ ഇവിടെ കയറി. കാരണം ഉമ്മക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹെവനെ കൊണ്ടുവരുമ്പോ കസിൻസും ഫാമിലി എല്ലാവരും വേണം, ആ കൂട്ടി കൊണ്ടുവരുന്ന ചടങ്ങ് തന്നെ വേണം. അപ്പൊ ഉമ്മക്ക് അത് നിർബന്ധമായിരുന്നു. ബട്ട് നമുക്ക് മനസ്സിലായി ലോക്ക്ഡൌൺ ആയിട്ട് നടക്കില്ല. പിന്നെ ബൈ ദാറ്റ് ടൈം വി ഹാഡ് സ്റ്റാർട്ടഡ് ഇൻസ്റ്റഗ്രാം. ഒരു ദിവസം രാത്രി ഒരു ഫോളോവറാണ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത്, ഇതാ ഇങ്ങനെ ഒരു ഷോ ഉണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ നോക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഫ്ലവേഴ്സ് ടിവിന്റെ ലിങ്ക് നമുക്ക് അയച്ചു തരുന്നത്. ഒരു കപ്പിൾ ഷോ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഭയങ്കര മെയ്ഡ് ഫോർ ഈച്ച് അതറൊക്കെ പണ്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തു. 3 ഓഡിഷൻസ് ഉണ്ടായിരുന്നു അല്ലേ നമുക്ക്. അതിൽ നമ്മള് എനിക്ക് തോന്നുന്നു കുറെ പേര് വന്നതിൽ നമ്മൾ ആ 12 കണ്ടസ്റ്റൻസിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് നമ്മളായിരുന്നു. 12 കണ്ടസ്റ്റന്റിനകത്ത് ഒരു കണ്ടസ്റ്റന്റ് നമ്മളായി സെലക്ഷൻ കിട്ടുന്നു. പിന്നെ ഷോന് പ്രത്യേകത എന്താ വെച്ചാൽ ഉമ്മമാരും അമ്മായിമ്മമാരും കൂടെ വേണ്ട ഒരു ഷോ ആയിരുന്നു. അങ്ങനെ ഉമ്മനെ കൺവിൻസ് ചെയ്തു. അങ്ങനെ ഷോ ഒക്കെ മാഷാഅല്ലാ അങ്ങനെ ആയിട്ട് പോകുമ്പോഴാണ് കുറെ പേര് അറിയുന്നവരുണ്ടാവാം. ഷീസ് ഹിറ്റ് മേക്കർ ഓഫ് D4 Dance, വെറുതെ അല്ലേ ഭാര്യ, അതുപോലെ കുറെ ഷോസിന്റെ ഹിറ്റ് മേക്കർ ആണ് മാം. അങ്ങനെയാണ് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയൊരു ചാനലിൽ നമുക്ക് ചാൻസ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവില്ലായിരുന്നു, നിങ്ങൾ നമ്മളെ കാണുമില്ലായിരുന്നു. മാമിന്റെ അടുത്ത് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഫസ്റ്റ് നമ്മളെ ക്യാച്ചി സംഭവം എന്താന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞില്ലേ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ എത്ര പറഞ്ഞിപ്പോ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ. ലോഞ്ചിനായാലും രജനി ചേച്ചി ആണെങ്കിലും മുകേഷ് ചേട്ടനാണെങ്കിലും പിഷാരടി ചേട്ടനായിരുന്നെങ്കിലും എല്ലാവരും ഈ കല്യാണത്തിന്റെ ഇത് ആദ്യം. അപ്പൊ പിഷാരടി ചേട്ടൻ അന്ന് വെറുതെ പറഞ്ഞു നമുക്ക് ഇവരത് പോകുന്നതിന് മുന്നേ ഇവരെ കല്യാണം നടത്തിയേക്കണം എന്ന് പറഞ്ഞു. ആ നാക്ക് പൊന്നായി. ഞങ്ങളോട് യമുന മാം ചോദിച്ചു നിങ്ങളെ കല്യാണം ഞങ്ങള് ഒരു സ്റ്റേജിൽ വെച്ച് നടത്താനാണ് പ്ലാൻ എന്ന് പറയുമ്പോൾ വി വർ ലൈക്ക് സോ ഹാപ്പി. കാരണം അതൊരു ഡ്രീം കം ട്രൂ ആണ്. നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമാണ്. സോ വി വർ സോ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. അങ്ങനെയാണ് നമ്മുടെ ഫ്ലവേഴ്സിലെ വെഡിങ് നടക്കുന്നത്. ഞാൻ പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഡ്രസ്സിന്റെ പിന്നാലെ ഓർണമെന്റ്സിന്റെ പിന്നാലെ അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അതിന്റെ ഞാൻ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് ട്രയലിന് പോകുന്നത് മൊത്തത്തിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ഹിബ ഫറൂഖ് ആയിരുന്നു എന്റെ മേക്കപ്പ് ചെയ്തിരുന്നത്. ഡ്രസ്സ് ലേഡീസ് പ്ലാനറ്റിലെ നൗഷാദ് ആയിരുന്നു. എന്റെ ഷോയിലെ എല്ലാ ഡ്രസ്സും നൗഷാദ് ലേഡീസ് പ്ലാനറ്റ് പാലക്കാടൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണിച്ചു തരാം. എന്റെ ഫാമിലിന്റെ സൈഡിൽ നിന്ന് ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്റെ ബാബി, എന്റെ ബ്രദേഴ്സ്, ഉമ്മയൊക്കെ വന്നു. പപ്പ മാംഗ്ലൂർ ആയിരുന്നു, റീൻ്റെ ഉപ്പ ദുബായിലായിരുന്നു. റീൻ്റെ ഉമ്മയും സിസ്റ്ററും വന്നു. അപ്പം അതിന്റെയൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ഫ്ലവേഴ്സ് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ വീഡിയോ ക്രെഡിറ്റ് ഗോസ് ടു ഫ്ലവേഴ്സ് TV. ഞങ്ങൾ ഷൂട്ട് ചെയ്തതും ഫ്ലവേഴ്സ് ഷൂട്ട് ചെയ്ത ആ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഫ്ലവേഴ്സ് ഷൂട്ട് ചെയ്തതും ഞങ്ങൾ ഷൂട്ട് ചെയ്തതും കൂടെ കുറച്ചായിട്ട് കല്യാണ പാർട്ടിയും
ഞങ്ങളുടെ ചെറുക്കൻ്റെ പെണ്ണിന്റെ കല്യാണമാണ്. അപ്പൊ ഞങ്ങളുടെ ചെറുക്കൻ പെണ്ണും പൊളിയാണ്ട് നമ്മളും ഒന്ന് സ്റ്റൈലാവണമല്ലോ. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിക്ചർ ബിബി ബാക്കിലെ ബായ്. ഇങ്ങോട്ട് നോക്കിക്കേ, എല്ലാരും ഇങ്ങ് നോക്കിക്കേ. അടിപൊളി. ഹേതാലോലം തുമ്പിപ്പെണ്ണാടേ ഈ മുല്ലക്കൊമ്പേലാടാനായി നീ. അയ്യോ എന്റെ കൈ, അയ്യോ എന്റെ കൈ, അയ്യോ എന്റെ കൈ. കൈവിട് കൈവിട്. സോറി ഈ കൈക്ക് ഈ കൈ എന്റെ കൈ ഉണ്ടാവും. എന്റെ ഒരു ഇടത്തെ കൈ ഞാൻ തന്നേക്കാം. ഓക്കെ മക്കളെ, അടുത്ത ജന്മം. അപ്പം വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ്. അത് മാത്രമല്ല, ഒരു പക്ഷേ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ അല്ലെങ്കിൽ മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒറിജിനൽ കല്യാണമാണ്. എന്റെ പോലത്തെ ഉടായ്പ സാധനമല്ല. ज़हरा सजा के रखना, चेहरा छुपा के रखना, नजरें झुका के रखना, दामन बजा के रखना, नजरें झुका के रखना, दामन बजा के रखना. ഫ്ലവേഴ്സ് എടുത്ത പ്രോഗ്രാമില് രസമായിരുന്നു അല്ലേ? ഒരു മെമ്മറി ആയിരുന്നു. വീണ്ടും ഞാൻ പല്ലക്കല്ലേ, എനിക്ക് തോന്നുന്നു പല്ലക്ക് കയറിയത് എന്തൊരു വിധിയുണ്ടോ, ഒന്നൊത്ത മൂന്നൊക്കെ എന്നൊക്കെ പറയുന്ന പോലെ എന്റെ നിക്കാഹിന് ഞാൻ പല്ലക്കിലായിരുന്നു. ഫ്ലവേഴ്സ് ടിവിയിലെ ലോഞ്ച് എപ്പിസോഡിൽ ഞാൻ പല്ലക്കിലായിരുന്നു. പിന്നെ ഈ ഒരു ഫ്ലവേഴ്സ് നടത്തിയ റിസപ്ഷൻ കല്യാണത്തിലും ഞാൻ പല്ലക്കിലായിരുന്നു എൻട്രി. റീക്കൊരു എൻട്രി ഡാൻസ്, എനിക്കൊരു എൻട്രി ഡാൻസ്, പിഷാരടി ചേട്ടൻ, രഞ്ജിനി ചേച്ചി, താങ്ക് യു സോ മച്ച്. അവരുടെ IUBB ഫാമിലി ആയിരുന്നു കളറാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഡാൻസ് പ്രോഗ്രാം, ശരിക്കും കല്യാണം എല്ലാമായിട്ട് എവ്രിബഡി എല്ലാവരും പാടുന്നു, ഡാൻസ് ചെയ്യുന്നു.
ഒരു കല്യാണം പോലെ തന്നെ മാക്സിമം അത് അങ്ങനെ ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും മൊത്തം കാണിക്കാൻ അവരുടെ ഫ്ലവേഴ്സ് ടിവിന്റെ യൂട്യൂബിൽ അവരുടെ ചാനലിലുണ്ട് കേട്ടോ. ഫ്ലവേഴ്സ് കോമഡിയിലുണ്ട്. പിന്നെ ചെറിയൊരു ഗ്ലിംസ് പോലെ ചെറിയ പോർഷൻസ് ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഈ സംസാരിക്കുന്നതിന്റെ കൂടെ അവിടുത്തെ സ്റ്റേജിൽ ഒരു ചാനലിൽ ഞങ്ങളെ കല്യാണം, എനിക്ക് തോന്നുന്നത് അന്ന് രഞ്ജിനി ചേച്ചിന്റെ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ, മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ എന്നൊക്കെ. അപ്പൊ അതേപോലെ കുറച്ച് ക്ലിപ്സ് ഒക്കെ കാണിച്ചു തരാം. ആൻഡ് ഫസ്റ്റ് ഡാൻസ് തന്ന സംഭവം ഉണ്ടല്ലോ രഞ്ജിനി ചേച്ചി പറഞ്ഞ പോലെ, സത്യം പറഞ്ഞ ഡ്രീം ആയിരുന്നു. പക്ഷെ എനിക്ക് അത് ഡ്രീം എന്ന് പറയാനും പറ്റില്ല, കാരണം ഇറ്റ്സ് ലൈക്ക്, കാരണം ഡാൻസിങ് വിത്ത് മൈ വൈഫ്, അതും ഫ്ലവേഴ്സ് ടിവിയിൽ, അത് ശരിക്കും മോർ ദാൻ എ ഡ്രീമാണ്. അപ്പോൾ അത് ആ ഒരു ഡ്രസ്സിലും ആ ഒരു 12K വിസ്താര സെറ്റിലൊക്കെ അത് ഔട്ട് ഓഫ് ദി വേൾഡ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മള് മനു മാസ്റ്റർക്ക് സ്പെഷ്യൽ താങ്ക്സ്. അത് ആ ഒരു ടഫ് ആയിരുന്നു. ഞങ്ങള് ഭയങ്കരമായിട്ട് റിഹേഴ്സ് ചെയ്യിപ്പിച്ചു. പക്ഷെ എന്റെ ലെഹങ്ക ആണെന്ന് പുള്ളിക്കാരന് അറിയില്ലായിരുന്നു. ഞാൻ ആ സ്റ്റെപ്സ് ലെഹങ്കയിൽ കളിക്കാൻ ഭയങ്കര വെയിറ്റ് ആയിരുന്നു. കുറച്ച് സ്ട്രഗിൾ ചെയ്തു. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളെ കല്യാണ വിശേഷങ്ങൾ. നിങ്ങൾ കണ്ടില്ലേ? അപ്പോ 2 കൊല്ലത്തെ കഥ കേട്ടോ. 2 കൊല്ലത്തെ കഥയാണ്. ഓഗസ്റ്റ് 2 കൊല്ലാവും. അത് മാത്രമല്ല 2 കല്യാണം കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഇനി നമ്മളുടെ റിസപ്ഷൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ അതൊരു മെയിൻ പോയിന്റ് പറയാനുള്ളത്. കുറെ പേര് ചോദിക്കുന്നുണ്ട് ഫ്ലവേഴ്സ് ടിവിയിലെ പ്രോഗ്രാം കല്യാണം കഴിഞ്ഞല്ലോ, നമ്മളെ വിളിച്ചില്ലേ, നമ്മളെ എന്താ റിസപ്ഷനെ വിളിച്ചില്ലേ, കല്യാണം കഴിഞ്ഞോ, അങ്ങനെ പലരും ചോദിക്കും. ഇല്ല, കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനിയും പരിപാടി വേണമെന്നാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെയല്ല കേട്ടോ. എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു മോളാണ് വീട്ടിലുള്ളത്. മീൻസ് 2 ബ്രദേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം. ഞങ്ങളെ വീട്ടിലെ ഫംഗ്ഷനാണ് കഴിയാത്തത്. ഇവരെ ഫംഗ്ഷൻ ആയിരുന്നു അന്ന് 26-ന് കഴിഞ്ഞത്. അപ്പൊ നമുക്ക് ആഗ്രഹമാണ്, നമ്മളെ പാരന്റ്സിനോട് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇൻഷാ അല്ലാ ഈ ഒരു ഈ കൊറോണ സംഭവമൊക്കെ ഒന്ന് നോർമലായി, നമ്മൾ ഈ ലോക്ക്ഡൌൺ എന്നൊക്കെ ഒന്ന് പിൻവലിച്ച്, എനിക്കൊന്ന് ഇടയ്ക്ക് നമുക്കൊരു സമയം കിട്ടിയിരുന്നല്ലോ കല്യാണങ്ങൾക്കൊക്കെ. അങ്ങനെ ഒരു പീരീഡ് കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും നമ്മൾ റിസപ്ഷൻ ഉണ്ടാവും. റിസപ്ഷൻ എന്തായാലും വെക്കും, എല്ലാരെയും വിളിക്കും, നമ്മള് എല്ലാരും കൂടെ അടിച്ചു പൊളിക്കും ഇൻഷാ അല്ലാ. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളെ കല്യാണം, ഞങ്ങളെ ലവ് സ്റ്റോറി, ഞങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അതിൽ മാക്സിമം നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റിയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അപ്പൊ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദിസ് വ്ലോഗ്. അപ്പൊ വീണ്ടും സന്ധിക്കും വരെ, ദിസ് ഈസ് മിർവാസ് സൈനിങ് ഓഫ്. വണക്കം. അസ്സലാമു അലൈക്കും.